ഷേക്സ്പിയറിന്റെ ദ മെർച്ചന്റ് ഓഫ് വെനീസ്. വെനീസ് ആൻഡ് ബെൽമോണ്ട് ഇറ്റലിയിലാണ് സെറ്റിംഗ്. കോമഡി വിത്ത് ട്രാജിക് അണ്ടർടോൺസ് ആണ് ജോൺർ. റിട്ടൺ ഇൻ ദ ലേറ്റ് 1590s. അപ്പം ഒരു ക്ലാസിഫൈഡ് കോമഡി ആയിട്ടാണെങ്കിലും മെർച്ചന്റ് ഓഫ് വെനീസ് profound meditations on justice, identity and power contain ചെയ്യുന്നുണ്ട്, challenging audience to question the moral compass of both its heroes and villains. സമ്മറി നോക്കാം. ആക്ട് 1. വെനീസിലെ ഒരു മെർച്ചന്റ് ആയിരുന്നു അന്റോണിയോ. ഒരു മെലാങ്കളിക് മാനായിരുന്നു, ബട്ട് ഹി ഡസന്റ് നോ വൈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബെസാനിയോ, ഹു നീഡ്സ് മണി. എന്തിനാണ്? പോർട്ടിയ, ഒരു വെൽതി ഹെയറസ് ഇൻ ബെൽമോണ്ട് ഉണ്ടായിരുന്നു, അവരെ പോർട്ട് ചെയ്യാനായിട്ടാണ് പൈസ. അപ്പം അന്റോണിയോ ഒരു 3000 ഡക്ടാസ് ഷൈലോക്ക് എന്നൊരാളുണ്ടായിരുന്നു, ഒരു ജൂയിഷ് മണിയിലുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് 3000 ഡക്ടസ് വാങ്ങിക്കുകയാണ് ലോണായിട്ട്. അപ്പം ഷൈലോക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പൗണ്ട് ഓഫ് അന്റോണിയോസ് ഫ്ലഷ് ആണ്. അപ്പം ഈ ലോൺ ഇഫ് നോട്ട് റീപെയ്ഡ് ഒരു പൗണ്ട് ഓഫ് അന്റോണിയോയുടെ ഫ്ലഷ് കൊളാട്രലായിട്ട് ചോദിക്കുന്നത്. ആക്ട് 2 അപ്പം ബെൽമണ്ടിലെ കാര്യമാണ് പറയുന്നത്. അപ്പം പോർട്ടയുടെ സ്യൂട്ടേഴ്സ് ഉണ്ട്. They must choose between 3 caskets, gold, silver and lead, to win her hand. അപ്പോഴാണ് ഷൈലോക്കിന്റെ ഡോട്ടർ ഉണ്ട് ജെസിക്ക. ഷീ ലോവ്സ് വിത്ത് ലൊറൻസോ, ഒരു ക്രിസ്ത്യൻ ആണ്, ടേക്കിംഗ് ഷൈലോക്സ് വെൽത്ത്. ആക്ട് 3 ബെസാനിയോ ലെഡ് കാസ്കറ്റ് സെലക്ട് ചെയ്യണം ആൻഡ് വിൻസ് പോർട്ടിയ. അപ്പം അപ്പോഴാണ് ന്യൂസ് വരുന്നത് അന്റോണിയോയുടെ ഷിപ്സ് സിങ്ക് ചെയ്തെന്ന്. ഹി കനോട്ട് റീപേ ഷൈലോക്ക്. അപ്പം ഷൈലോക്കിന്റെ ഡോട്ടർ ഒളിച്ചോടി പോയി, ടേക്കിംഗ് അവേ ഓൾ ഹിസ് വെൽത്ത്. അന്റോണിയോയുടെ ഷിപ്പും സിങ്ക് ചെയ്തു. ഷൈലോക്ക്, enraged by daughter's betrayal and mistreatment by Christians, demands justice. ആക്ട് 4 ഇപ്പോൾ ഒരു ഡ്രാമാറ്റിക് കോർട്ട് സീനാണത്. പോർട്ടിയ ഡിസ്ഗൈസസ് ഹെർസെൽഫ് ആസ് എ മെയിൽ ലോയർ. അവർ ആർഗ്യൂ ചെയ്യാണ് that Shylock can take a pound of flesh but not shed blood, an impossible task. ഒരു മെയിൽ ലോയറായിട്ട് വന്നിട്ട് കോർട്ടിൽ പറയാണ് ഷൈലോക്കിന് ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാം, പക്ഷെ ഒരു തുള്ളി ബ്ലഡ് പോലും പോകാൻ പാടില്ല, ഒരു ഇമ്പോസിബിൾ ടാസ്ക്. അപ്പോൾ ഷൈലോക്ക് ഈ കേസ് ലൂസ് ചെയ്യാണ്. ഹിസ് വെൽത്ത് ഇസ് കോൺഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് ഹീസ് ഫോഴ്സ്ഡ് ടു കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി. ആക്ട് 4 അടുത്തൊരു ലൈറ്റ് ഹാർട്ടഡ് സീൻ അറ്റ് ബെൽമോണ്ട് ആണ്. പോർട്ടിയയും നെരിസയും അവരുടെ ഹസ്ബൻഡ്സിനെ പ്ലേഫുള്ളി കൺഫ്രണ്ട് ചെയ്യാണ് ഫോർ ഗീവിങ് എവേ ദെയർ വെഡിങ് റിങ്സ് ടു ദ ഡിസ്ഗ്രേസ്ഡ് ലോയർ. ലോയർ പോർട്ടിയ തന്നെയാണ്. ഓൾ എൻഡ്സ് ഇൻ മാരേജസ് ആൻഡ് റീകൺസിലിയേഷൻസ് എക്സെപ്റ്റ് ഫോർ ഷൈലക്ക്. ഷൈലക്ക് ഹ്യൂമിലിയേറ്റഡും ബ്രോക്കൺ ആയിട്ട് പോവുകയാണ്. ക്യാരക്ടർ സ്കെച്ച് നോക്കാം. ഷൈലക്ക് കോംപ്ലക്സ് അണ്ടഗോണിസ്റ്റ് ആണ്, വില്ലേനിയസും ആണ്, വിക്ടിമൈസ്ഡും ആണ്. ഡോട്ടർ കാരണം വിക്ടിമൈസ്ഡ് ആയി പോയി, വില്ലേനിയസും ആയിട്ടുണ്ട്, ബിക്കോസ് ഹി ഡിമാൻഡഡ് അന്റോണിയോസ് ഫ്ലഷ്. embodies the outsider's rage in prejudice society. അന്റോണിയോ ടൈറ്റിലർ മെർച്ചന്റ് ആണ്. അപ്പം ഫ്രണ്ട്സിനോട് ജനറസ് ആണ്, എസ്പെഷ്യലി ബെസാനിയോ. അപ്പം അയാൾക്ക് ഷൈലോക്കിനോടൊരു ഹേറ്റ്രഡ് ഉണ്ടായിരുന്നു, വിച്ച് ബോർഡേഴ്സ് ഓൺ ഒബ്സെഷൻ, റിഫ്ലക്റ്റിംഗ് ദി കാഷ്വൽ ആന്റി-സെമിറ്റിസം ഓഫ് ക്രിസ്ത്യൻ വെനൈസ്. പോർട്ടിയ ഇന്റലിജന്റ് ആണ്, വിറ്റി, റിസോഴ്സ്ഫുൾ ആണ്, മാസ്റ്റർ മൈൻഡ് ബിഹൈൻഡ് ദ കോർട്ട് റൂം വിക്ടറി. ജെൻഡർ റോൾസിനെ ചാലഞ്ച് ചെയ്യുന്ന ലേഡിയാണ്, ബൈ ഡ്രസ്സിംഗ് ആസ് എ മെയിൽ ലോയർ. ബെസാനിയോ റൊമാൻറ്റിക് ആൻഡ് ചാമിംഗ് ആണ്, പക്ഷെ ഫിനാൻഷ്യലി റെക്ലെസ് ആണ്. wanted to marry Portia largely for her wealth. Genuinely loves her, but his loyalty to Antonio is strikingly deep. Jessica ഷൈലക്കിന്റെ ഡോട്ടർ ആണ്, who elopes with a Christian. അപ്പം അവരുടെ ലോയൽറ്റി ടു ഹെർ ഹെറിറ്റേജും ലവ് ഫോർ ലോറൻസയും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് അവർ ടോൺ ആയി പോവാണ്. സീൻ ബോത്ത് as rebellious and opportunistic. തീംസ് നോക്കാം. ജസ്റ്റിസ് വേഴ്സസ് മേഴ്സി. അപ്പോൾ ഈ കോർട്ട് റൂം സീൻ ഷൈലോക്കിന്റെ ലീഗലിസം ആണ് പിറ്റ് ചെയ്യുന്നത് അഗൈൻസ്റ്റ് പോർട്ടിയാസ് പ്ലീ ഫോർ മേഴ്സി. ഈ പ്ലേ ക്വസ്റ്റ്യൻ ചെയ്യാണ് whether justice without compassion is truly just. prejudice and racism. ഷൈലോക്ക് മാർജിനലൈസ്ഡ് ആയി പോവാണ്, ഒരു മാർജിനലൈസ്ഡ് ജൂയിഷ് ക്യാരക്ടർ, മോക്ക്ഡ്, ഇൻസൾട്ടഡ് ആൻഡ് എക്സ്ക്ലൂഡഡ്. Christian characters often treat him with hypocrisy and intolerance. Love and marriage. പല ടൈപ്സ് ഓഫ് love are depicted: romantic, filial and friendship. Wealth and materialism. വെനീസിന്റെ കൊമേഴ്ഷ്യലിസവും ബെൽമണ്ടിന്റെ റൊമാൻറ്റിക് ഐഡിയലിസം തമ്മിലൊരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് അണ്ടർസ്കോർസ് ദ ടെൻഷൻ ബിറ്റ്വീൻ ലവ്, വാല്യൂ ആൻഡ് ഗ്രീഡ്. അപ്പിയറൻസ് വേഴ്സസ് റിയാലിറ്റി. ഈ കാസ്കറ്റ് ടെസ്റ്റിലെ ജെസിക്കയുടെ ഡിസ്ഗ്രേസ് ആണ്, പോർട്ടിയയുടെ കോർട്ട് റൂം ഡിസെപ്ഷൻ. ഓൾ എക്സ്പ്ലോർ ഹൗ ട്രൂത്ത് ഇസ് ഹിഡൻ ബിനീത്ത് സർഫസസ്.
ഷൈലക്ക് ഷേക്സ്പിയറിന്റെ one of most debated characters ആണ്, portrayed as both villain and tragic figure. ഒരാളെ വില്ലൻ ആക്കുന്ന അയാളുടെ സാഹചര്യങ്ങളാണെന്നാണ് പറയുന്നത്. മോഡേൺ ക്രിറ്റിസിസം ടെൻസ് ടു വ്യൂ ഹിം ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഒപ്രഷൻ, നോട്ട് മിയർലി എ കാരിക്കേച്ചർ. അപ്പം അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്ന ഓപ്പറേഷൻ കാരണമാണ് ഒരു വില്ലനായി പോയതെന്നാണ് മനസ്സിലാവുന്നത്. The play reveals Renaissance anxieties about religious identity, gender roles and capitalism. അപ്പോൾ ഒരു supposed comedic ending leaves unresolved tensions, especially around Shylock's post conversion. ഷൈലോക്കിനെ ഫോഴ്സ്ലി ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. Feminist readings separate Portia as proto-feminist character who supports patriarchal norms. patriarchal normsനെ കടത്തി വെട്ടുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് പോർട്ടിയെ കാണുന്നത്.